നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അപ്പം ഞാൻ ഈ എണ്ണ ഇത് ഞാൻ കരിഞ്ചീരകവും ഉലുവയും ഇട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും മിക്സ് ചെയ്ത് വെച്ച് തേക്കുന്ന ഓയിലാണ് കേട്ടോ. ഞാനിതാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന, കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്. മുടി കൊഴിയും, അത് സർവ്വസാധാരണമാണല്ലോ. ഒരു 10-50 മുടി വരെ ഒരു ദിവസം കൊഴിയുമെന്നുള്ളത്. പിന്നെ ഞാനിപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചധികം മുടി കൊഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് പുതിയ മുടി വളരുന്നുമുണ്ട്. അങ്ങനെ വളരെ ഇതായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ പല പല എണ്ണകൾ മാറി യൂസ് ചെയ്ത് നമ്മുടെ തലയിലെ മുടിയെല്ലാം പോകുകയുള്ളൂ. പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു നമ്മുടെ ജീനുണ്ട്. നമ്മുടെ ജീനിൻ്റെ ഇതും കൂടെ ഉണ്ട്. നമ്മുടെ മുടിയുടെ ഇത് നമ്മുടെ പാരൻസിനൊക്കെ നല്ല മുടിയുണ്ടെങ്കിൽ എന്തായാലും നമുക്കും നല്ല മുടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഇതുപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് തലയിൽ വെച്ചിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിക്കളയും. അത് കമ്പൽസറി ആയിട്ട് സമയം ഉണ്ടാക്കി ചെയ്യും. ഇപ്പോൾ കുഞ്ഞൊക്കെ ആയതുകൊണ്ട് അധികം സമയം കിട്ടാറില്ല. എന്നാലും പറ്റുന്ന പോലെ ഇങ്ങനെങ്കിലും 2 ദിവസം ഷാമ്പൂ ഇട്ട് നല്ലപോലെ കഴുകും. അത് നമ്മുടെ തലയിൽ ഒട്ടും എണ്ണ ഇരിക്കാൻ പാടില്ല. ഷാമ്പൂ ഇട്ട് നല്ലപോലെ കഴുകിക്കളയണം. തലയിൽ എണ്ണ ഇരുന്ന് അത് അവിടെ ഇരുന്ന് നമുക്ക് താരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ തലയൊട്ടിയിൽ നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് മുടി കുറച്ച് നേരം ഒന്ന് കെട്ടി വെക്കുക. അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ പാക്കൊക്കെ ഇട്ട് കൊടുക്കണം. മുട്ടയുടെ വെള്ള ഇച്ചിരി ഓയിലും നാരങ്ങ നീരും ഒക്കെ മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാണ്. പിന്നെ ഉലുവ വെള്ളത്തിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് നമ്മൾ അത് കുതിർത്തിട്ട് അതിനകത്ത് ഇച്ചിരി തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചാൽ നല്ലതാണ്. ഇങ്ങനെയൊക്കെ തേച്ച് കൊടുത്താൽ നമ്മുടെ മുടിക്ക് അതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഞാനിപ്പം ഒത്തിരി നമ്മൾ ഹെയർ ഓയിലിൻ്റെയൊക്കെ ഒത്തിരി പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിലെല്ലാ ഹെയർ ഓയിലും എല്ലാവർക്കും പറ്റണം എന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ഏതാണ്. ഇപ്പോൾ ഒരു 2 ആഴ്ച തേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റുന്ന ഹെയർ ഓയിലാണോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മുടീനെ പരിപാലിക്കേണ്ടത്. റുട്ടീനായിട്ട് കെയർ ചെയ്താൽ മുടിയൊക്കെ വളർത്താനൊക്കെ പറ്റും കേട്ടോ. അത്യാവശ്യമായിട്ട് ഇപ്പം ഞാനിത് 1 വർഷം മുമ്പ് ഇത്രയും തോളിൻ്റെ അത്രയും വെച്ച് വെട്ടിയ മുടിയാണ്. എന്നിട്ട് എനിക്ക് ഇത്രയും നീണ്ടു. ഓഫ്കോഴ്സ് പ്രഗ്നൻസിക്ക് നമുക്ക് മുടി നീളും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ UK വന്നേ പിന്നെ 2 പ്രാവശ്യം മുടി വെട്ടിയായിരുന്നു. എന്നിട്ട് എനിക്കിപ്പോൾ ഇത്രയും മുടി നീണ്ടു. നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടി. അപ്പോൾ ഹെയറൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു പുറത്തുനിന്നുള്ള ഒരു എണ്ണകളും അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതേവരെ. ഞാൻ ആകെ യൂസ് ചെയ്തത് കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും, ഞാൻ പറഞ്ഞ ആ മിക്സ് അതാണ്. ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് മുടിക്ക് അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ നോർമൽ ഫിസിക്കൽ രീതിയിലുള്ള നമ്മളിപ്പോൾ പ്രഗ്നൻസിയൊക്കെ ആകുമ്പോൾ ഡെലിവറിയുടെ സമയത്തൊക്കെ നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുടിയൊക്കെ കൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോർമലുള്ള ഒരു ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഹെവി ഹെയർ ഫോൾസോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒമേഗ 3 ഉള്ള നമ്മൾ ചീര അങ്ങനത്തെയൊക്കെ നല്ലപോലെ കഴിക്കുക, മുട്ട കഴിക്കുക, അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ. അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം ഉൾപ്പെടുത്തും. അപ്പം ഞാനിതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.